നന്മകളാൽ സമൃദ്ധം എന്ന് കരുതിപ്പോന്ന നാട്ടിൻപുറങ്ങളിലെ സുരക്ഷിതവും സ്വതന്ത്രവുമായ പിതൃഗൃഹങ്ങളിൽ നിന്ന് അപരിചിതമായ നഗരങ്ങളിലെ ഭർതൃഗൃഹങ്ങളിൽ എത്തിപ്പെടുമ്പോൾ പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാലാവസ്ഥാ വ്യതിയാനം വാസ്തവത്തിൽ വർണ്ണനാതീതമാണ്. അതുവരെ പരിചയമില്ലാതിരുന്ന സഹജീവിയായ പുരുഷൻ, അതുവരെ കേട്ടിട്ടില്ലാത്ത ഭാഷ, രുചിച്ചിട്ടില്ലാത്ത ഭക്ഷണം, കണ്ടിട്ടില്ലാത്ത അയൽക്കാർ, ഇതെല്ലാം ചേർന്ന് തങ്ങളുടെ ജീവിതം ആ ചുറ്റുപാടിൽ വേരുപിടിക്കുമോ എന്ന് അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തും. അപ്പോൾ ആശ്വസിപ്പിക്കാൻ, ധൈര്യം പകരാൻ അമ്മയെപ്പോലെ, ചേച്ചിയെപ്പോലെ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകാത്ത ആരുമുണ്ടാവില്ല. വേറിട്ട കാഴ്ചകളിൽ ഇന്ന് നാം പരിചയപ്പെടുന്ന കൊൽക്കത്ത കൈരളി സമാജം വനിതാ വിഭാഗത്തിന്റെ നെടും തൂണായ മിസ്സിസ് സരോജം ശ്രീധരൻ, കൊൽക്കത്തയിൽ വധുവായി വരുന്ന എല്ലാ മലയാളി പെൺകുട്ടികളുടെയും വീട്ടമ്മമാരുടെയും അമ്മയും ചേച്ചിയുമാണ്, പ്രചോദനവും ധൈര്യവുമാണ്. ഞാൻ കൽക്കട്ടയിൽ വന്നിട്ട് 46 വർഷങ്ങളായി. പണ്ട് കുട്ടികളൊക്കെ ചെറുതായിരുന്നു, അപ്പോൾ ഒന്നും വെളിയിലൊന്നും പോകാൻ പറ്റിയില്ല. പിള്ളേരൊക്കെ വലുത് പഠിത്തമൊക്കെ കഴിഞ്ഞ് എല്ലാം പുറമേയൊക്കെ പോയപ്പോൾ എല്ലാ സംഘടനകളും, മലയാളി സംഘടന, ബംഗാളി, തമിഴന്മാരുടെ, മാർവാറി, പിന്നെ അങ്ങനെ പല സംഘടനയായിട്ട് ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. കാരണം ജഡ്ജായിട്ട് എന്നെ വിളിക്കാറുണ്ട്. വലുത് പെർഫോം ചെയ്യാറുന്ന, അതിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാനും പല കാര്യങ്ങളും, ഡാൻസ് പെർഫോമൻസ്, സിനിമാറ്റിക് ഡാൻസിൻ്റെ ആയിരുന്നാലും ജഡ്ജായിട്ട്, അങ്ങനെ പലതും തന്നെ എല്ലാ ആക്ടിവിറ്റീസിനും ഇതിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ഇന്ന സംഘടനയിൽ ഞാൻ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും എനിക്കില്ല. എന്താ വിചാരിച്ചാൽ ഞാൻ, കാരണം എൻ്റെ മക്കളൊക്കെ ദൂരെ പോയി കഴിഞ്ഞു, ഞാൻ ഫ്രീ ആണ്, എൻ്റെ ഹസ്ബൻഡിനെ റിട്ടയർഡായി കഴിഞ്ഞു. അപ്പോൾ ഉള്ള സമയം നമ്മൾ സർവീസ് ചെയ്യുക, ദാറ്റ് ഈസ് മൈ മോട്ടോ. ചാരിറ്റി പറഞ്ഞാൽ നമ്മൾ ഒരു സംഘടനയിലിരിക്കുമ്പോൾ നമ്മൾ പലതും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഈ ഹൗസ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നമ്മൾക്ക് കാഷ്വലായിട്ട് അങ്ങനെയല്ല, ഒരു കളക്ഷൻ, ഒരു ഫണ്ട് മാതിരി ഞങ്ങൾ എടുക്കും. അതിനെ കൊണ്ടുപോയി ഞങ്ങൾ ചാരിറ്റി ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്, അന്തരയിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അവിടെ റീഹാബിലിറ്റേഷൻ, വയലൻസ് ഒക്കെ ആൾക്കാർ എല്ലാവരും അത്ര ഹൈലി ഇൻകമായിട്ട് കൊടുക്കുന്നവരില്ല. ചിലവർ പാവങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾക്കിനി എന്താ ഉള്ളത്? നമ്മുടെ സർവീസൊന്നും നമ്മൾ ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യുക, അവരെ ഹാപ്പിയായി ഇരുത്തുക, ചുറ്റുപാടുകൾ നമ്മൾ നോക്കുക, വേണ്ടവിടെ വേണ്ട മാതിരി നമ്മൾ പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. മക്കളുടെ പഠിത്തമുള്ള സമയത്ത് അവർ ക്ലാസ് 8, 9 ഉള്ളപ്പോഴേ തുടങ്ങിയതാണ്. ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചു. കാരണം ഇപ്പോൾ സ്ത്രീകളെയൊക്കെ നമ്മൾ ഈ നട്ഷലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം. ആദ്യം കുറച്ച് സ്ത്രീകളൊക്കെ പിന്നെ ഞാനാണത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, ഇൻവോൾവ് ചെയ്ത് ലീഡ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ എല്ലാ സ്ത്രീകളും വരാൻ തുടങ്ങി. 99% കൽക്കട്ടയിലുള്ള സ്ത്രീകളെ മുഴുവൻ എനിക്കറിയാം. കാരണം നമ്മൾക്ക് പൊളിറ്റിക്സ് ഇല്ല, അത് വേറെ ബ്രോഡ് മെൻറ്റാലിറ്റിയാണ് നമ്മൾ. അത് കാരണം എല്ലാവരും വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ അവിടെയും നമ്മൾ എല്ലാ അസോസിയേഷനും നമ്മൾ തുടങ്ങി. എല്ലാവരെയും പെട്ടെന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം എല്ലാവരും ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന സ്ത്രീകളാണ്. അപ്പോൾ ഒത്തിരി ടൈം എടുക്കും അവരെ ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ. 10 സ്ത്രീകളുണ്ടെങ്കിൽ 10 അഭിപ്രായമാണ്. പക്ഷെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അകിടും ഇങ്ങിടും ഒന്നും ഇതാവാണ്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. ഈ സ്ത്രീകളെ കൊച്ചുകുട്ടികളല്ല. മാസത്തിലൊരിക്കൽ ഞങ്ങൾക്ക് ഒരു കുക്കറി ഷോ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല നമ്മൾ. കാരണം ഇൻട്രസ്റ്റ് ഉള്ളവർ വരും, അല്ലാത്തവർ വരില്ല. അതുണ്ടാവും. പിന്നെ ഫാബ്രിക് പെയിൻറ്റിങ് ഉണ്ട്. കാരണം ഇതെല്ലാം ഞാൻ തുടങ്ങി വെച്ചാണ്. പിന്നെ എന്താണ് ചർച്ച വയ്ക്കുമ്പോൾ അധികം സ്ത്രീകൾ, നമ്മുടെ കൈരളിയിലെ സ്ത്രീകളാണ് അതിൽ ഒതുങ്ങി നിൽക്കുന്നത്. കാരണം ആ സമയത്ത് മറ്റേ അസോസിയേഷൻ, സമാജം, കാര്യങ്ങൾ എല്ലാവർക്കും അവർ ആ സമയത്താണ് ഇപ്പോൾ പല പരിപാടിയിലുള്ളത്. അപ്പോൾ നമ്മളതിനൊക്കെ കുറച്ച് ഫോർഗോ ചെയ്യണം. നമുക്ക് മനസ്സിലാക്കണമല്ലോ നമ്മൾ. അപ്പോൾ എക്സാം ഒന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ അവർ നാട്ടിലേക്കും പോകും. അപ്പോൾ ഉള്ളവരെ കൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഇന്നത്തെ പോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇത്രയൊന്നും പ്രബലമായിട്ടില്ലാത്ത ഒരു കാലത്ത് പോലും സൗഹൃദങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഇവിടെയുള്ള മലയാളി സംഘടനകളിൽ ചേരുകയും അവർക്ക് കഴിയുന്ന രീതിയിൽ മറ്റു സ്ത്രീകളെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രീമതി സരോജ ശ്രീധരൻ്റെ വളരെ പ്രത്യേകതയായിട്ട് ഞാൻ വിലയിരുത്തുന്നത്. പിന്നെ സംഘടനാ പാഠവം, ഏതൊരു കാര്യത്തിനും സ്വന്തം സംഘടനയിലുള്ളവർ മാത്രമല്ല, അതായത് ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, ഇവിടെ ഒരുപാട് മലയാളി സംഘടനകളുള്ളതാണ്, ഏത് സംഘടനയിലും പ്രവർത്തിക്കുമ്പോൾ മലയാളികളായിട്ടുള്ള വീട്ടമ്മമാരെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരെ അടുക്കളയിൽ നിന്നും ഇത്തരത്തിലുള്ള അരങ്ങുകളിലേക്ക് കൊണ്ടുവന്നു
എന്നുള്ളതൊരു വലിയ നമുക്ക് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് കാരാട്ട് കണ്ണൻ മേനോന്റെയും കാർത്യായനി അമ്മയുടെയും മകൾ സരോജം ഒരു കുടുംബിനിയുടെ സകല ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കഴിഞ്ഞതിന് ശേഷമാണ് 45-ാം വയസ്സിൽ സാമൂഹ്യ സേവനത്തിലേക്ക് കടന്നത്. നാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് പറിച്ചു നട്ട പെൺകുട്ടികളെ അവരുടെ ഫ്ളാറ്റിന്റെ കൂടുകളിൽ നിന്ന് പുറത്തിറക്കി ചിറകുകൾ സ്വതന്ത്രമായി വീശിപ്പറക്കാനുള്ള തുറന്ന സ്ഥലങ്ങൾ എവിടെയുമുണ്ടെന്ന് ഈ നേതാവ് കാട്ടിക്കൊടുത്തു. അന്യോന്യം ധൈര്യത്തോടെ ഇടപഴകാൻ പഠിച്ചതോടെ കാഴ്ചവൃത്തങ്ങളും ആത്മവിശ്വാസവും വർദ്ധിച്ച സ്ത്രീകൾ സരോജം ശ്രീധരനെ ചേച്ചിയായും അമ്മയായും വഴികാട്ടിയായും മാതൃകയായും സ്വീകരിച്ചു. കൊൽക്കത്ത കൈലി സമാജം തുടങ്ങിയിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല നല്ല നല്ല ചർച്ചകളും പല കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. താലി കൂട്ടണോ താലി പൊട്ടിക്കണോ, അത് എല്ലാവർക്കും ബാധ്യതയുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ജനറേഷൻ, നമ്മളുടെ അന്നത്തെ ജനറേഷൻ അച്ഛനമ്മമാർ പറഞ്ഞ് നമ്മൾ കേട്ടു, ഇന്നത്തെ ജനറേഷൻ ഈക്വലി ക്വാളിഫൈഡ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെന്മാർ. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങളൊരു ചർച്ച നടത്തി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാനുള്ള ഇതില്ല. കാരണം ഇനിയുള്ള ജനറേഷനിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഒരു ടോപ്പിക് എടുത്തു പോകണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അതായത് ടീനേജേഴ്സ്, സ്ത്രീകൾ, അടുക്കളയിൽ പുറത്ത് വരാത്ത സ്ത്രീകൾ കൂടെ കൈരളി സമാജത്തിന് ഈ ചർച്ചയ്ക്ക് വന്ന് പങ്കെടുത്തിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ. അതേമാതിരി തന്നെയാണ് സ്ത്രീകൾ ശബരിമലയ്ക്ക് പോകണോ വേണ്ടേ എന്ന അതിൻ്റെ ഒരു ചർച്ച. അത് തീർച്ചയായിട്ടും നമ്മളുടെ റൂട്ട്സ് എവിടെയാണ്, നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ എപ്പോഴും ഞാൻ പറയായിരുന്നു. കാരണം സ്ത്രീകൾ ഒരിക്കലും പോകാൻ പാടാത്തൊരു സിറ്റുവേഷനാണ് അത്. മറുഭാഗത്ത് പറയുന്ന പോകണമെന്ന്, ഞങ്ങൾക്ക് പോയേ പറ്റുമെന്ന്. പക്ഷേ അത് സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പല ചർച്ചകളും നമ്മൾ നടത്തുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ ആൾക്കാർ വരുന്നത്, അതിൽ ഇൻവോൾവ് ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയലും പിടിക്കലും ഒക്കെ ആയപ്പോഴാണ് നമ്മൾ കുറച്ച് ചേഞ്ച് വന്നിട്ട് കുറച്ചും കൂടെ ആൾക്കാർ ബ്രോഡ് മെൻറ്റാലിറ്റി ആയിട്ട് മുന്നോട്ട് വരുന്നത്. ഞാനിവിടെ വന്നിട്ട് സരോജിച്ചായിട്ട് പരിചയമായിട്ട് 10-25 വർഷമായി. 25 വർഷം ഇത്രയും ഉപകാരം ചെയ്യണ ഒരു സ്ത്രീ, ഇത്രയും ഏത് നേരം പ്ലസൻറ്റ് ഫേസോടുകൂടി ആർക്ക് ഏത് സമയത്ത് എന്ത് ചെയ്യണ ഒരു സ്ത്രീ കൽക്കട്ടയിൽ വളരെ ദുർലഭം. KKS പറഞ്ഞത് നിലനിന്ന് പോണ തന്നെ സരോജ ചേച്ചിയുടെ ഒറ്റ ആൾ കാരണം. അത്രയും ഞങ്ങളുടെ നെടും തൂണ്. നിങ്ങളുടെ ഡിസ്കഷനും ചർച്ചയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് ഇത് കേൾക്കാൻ. എന്താ ഏതാ, ഈവൻ കുട്ടികൾക്ക് കൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുവന്നാലും അവർക്കും നാളെ മേലാൽ എന്താണ്, കോവിലൻ ആരാണ്, OV വിജയൻ ആരാണ്, അങ്ങനെ പലതും നമ്മൾക്ക് അറിയാത്തത് അവർ അറിഞ്ഞതും കൊണ്ട് മുന്നോട്ട് വരുന്നതിലേ കുറച്ചും കൂടെ നല്ലത്. കാരണം നമ്മൾക്കൊക്കെ പ്രായമായി, പിള്ളേർക്ക് അറിയണം നമ്മുടെ റൂട്ട്സ്, പ്രത്യേകിച്ച് കേരളത്തിലാണ്. അപ്പോൾ അവിടുത്തെ റൈറ്റേഴ്സിനെ കുറിച്ച്, ഓത്തോഴ്സിനെ ആരൊക്കെയാണെന്ന് എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. She is engaged with so many social activities that I admire. At this age, I don't believe that she is an aged lady. She is younger like anything. She can run and run. And the social thing I appreciate, that she has got the organizing power of the programming and cultural activities, and I think she has got the power to lead a big team also. കൽക്കട്ടയിൽ പറയുന്ന മലയാളി വീട്ടമ്മമാർ ഭയങ്കര മടിയാണ് അവർക്ക് പുറത്ത് വരാൻ. ഈ നട്ഷലിൻ്റെ ഉള്ളിൽ നിന്ന് അവരെ പുറത്ത് കൊണ്ടുവരാൻ ഇത്തിരി പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ചെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ കൈക്കുട്ടിക്കളിയോ അവരുടെ ബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് നമുക്ക് വലിയൊരു ഗ്രൂപ്പായിട്ട് തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ ലേഡീസ് ഹൗസ് വൈഫ്സൊക്കെ വരാറുണ്ട്.
ഒരു ഫ്രീ ടൈമിലാണ് നമ്മളിങ്ങനെ പരിപാടികളൊക്കെ നമ്മൾ ഫിക്സപ്പ് ചെയ്ത് നടത്തുന്നത്. സ്ത്രീകൾ എല്ലാവരും കൂടെ ഒരു 10-25 പേരുണ്ട്, 25 ലേഡീസുണ്ട്. പക്ഷേ കൈക്കൊട്ടിക്കളി എല്ലാവർക്കും കളിക്കാൻ വലിയ താല്പര്യമില്ല. പക്ഷേ എങ്കിലും കാണാനും പിടിക്കാനൊക്കെ എല്ലാവരും വരാൻ, പ്രോത്സാഹിപ്പിക്കാനൊക്കെ വരാറുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ തിരുവാതിരക്കളിയിൽ ഞങ്ങളെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് ചേച്ചിയാണ്. ആരും അതിന് തയ്യാറായിരുന്നില്ല. പിന്നെ അങ്ങനെ തുടങ്ങി, പിന്നെ നാടകമായി, അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ESL ക്യാമ്പ് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ലൈഫിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസിന്. അപ്പം നമ്മളൊക്കെ ഒത്തിരി എന്താ പറയുക, എക്സൈറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ അതിന് ആരും ഒരു വിരോധമൊന്നും അതോ ഒന്നും നമ്മൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യാൻ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു കൂട്ടുകുടുംബന്മാരെയാണ് നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത്. സരോജ് ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അമ്മയെ പോലെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പിന്തുണയാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്ന്. പിന്നെ ചേച്ചിയുടെ ഒരു പിന്തുണയിലാണ് ഞങ്ങളിതൊക്കെ ചെയ്യണത്. ഞങ്ങളൊന്നും ഈ രംഗത്ത് വന്നിരുന്നതല്ല. അങ്ങനെ ചേച്ചി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടീവാണ്. മാതൃഭാഷ മലയാളമാണെങ്കിലും സരോജം ശ്രീധരന് കേരളം മുഖ്യമായും ഒരു സ്വപ്നദേശം മാത്രമാണ്. ജനിച്ചതും +2 തുല്യമായ സീനിയർ കേംബ്രിഡ്ജ് വരെ പഠിച്ചതും മലേഷ്യയിലായിരുന്നു. പിന്നെ മദിരാശിയിലെ പ്രസിദ്ധമായ സ്റ്റെല്ല മേരീസ് കോളേജ്. താമസം വിന വിവാഹം. 24-ാം വയസ്സ് മുതൽ വങ്കനാട്ടിലെ ആനന്ദ നഗരത്തിൽ. എന്നിട്ടും അവർ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ബലമുള്ള വേരുകൾ കൊണ്ട് സഹ്യന് പടിഞ്ഞാറുള്ള പാലക്കാടുമായി സ്വയം ബന്ധിപ്പിച്ചു നിർത്തുന്നു. കൈകൊട്ടിക്കളിയും ഓണപ്പാട്ടുമായി നഗരം നാടാക്കി മാറ്റാൻ മറ്റു മലയാളികളെയും പ്രേരിപ്പിക്കുന്നു. നാട്ടിലിപ്പോൾ ആരുമില്ല. കാരണം ഞങ്ങൾ 7 സിസ്റ്റേഴ്സും ഓരോ ദിക്കിലാണ്, സ്കാറ്റേർഡാണ് ഞങ്ങൾ. മലേഷ്യൻ ജീവിതം പറഞ്ഞാൽ അത് നമ്മളുടെ കുട്ടിക്കാലമായിരുന്നു. അത് ഭയങ്കര നമ്മൾ ഫ്രീ വേർഡ് ആയിരുന്നല്ലോ. അത് കാരണം അങ്ങനെ ആലോചിക്കാനും ചിന്തിക്കാനും പിടിക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ പഠിത്തം കഴിഞ്ഞ് സീനിയർ കേംബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരുന്നു. കാരണം നമ്മുടെ ഡ്രസ് കോഡും അതും ഇതും ഭാഷയൊക്കെ ആയിട്ട് മലേഷ്യൻ ഭാഷയും ചൈനീസായിരുന്നു ഞങ്ങൾക്ക് കൂടുതൽ അറിഞ്ഞിരുന്നത്. അത് കാരണം കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 1970-ലാണ് ഞാൻ കൽക്കട്ടയ്ക്ക് വന്നത്. കൽക്കട്ടയിൽ വന്നപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ, ഏടത്തിയമ്മ, അനന്തരവൻ, മദറിനില്ല, അതേ അമ്മായിയമ്മ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു ജോയിൻറ്റ് ഫാമിലിയായി. എല്ലാ കാര്യങ്ങളും ഏടത്തിയമ്മയായിരുന്നു നോക്കിയത്. കാരണം ഞായറാഴ്ച ഞങ്ങൾ പറയും, മലയാള സിനിമ പോയി കണ്ടിട്ട് വാ എന്ന് പറയും. പിന്നെ മോനൊക്കെ ആയി, അവർക്ക് ഒരു മോനായി, അവർക്ക് ഇവിടുന്ന് ജബൽപൂരിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. പിന്നെ അമ്മയും കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ബഹളിയിലായിരുന്നു ഞങ്ങൾ താമസം. ഇത്ര വലിയ വീട്ടിൽ ഞങ്ങൾ 2 പേരും സംസാരിക്കുമ്പോൾ ഭയങ്കര എക്കോ. അപ്പോൾ ചേട്ടനോട് പോയി, ചേട്ടാ നമുക്ക് എവിടെയെങ്കിലും ചെറിയൊരു ഫ്ലാറ്റ് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ലേക്ക് ഗാർഡൻസിലേക്ക് വന്നത്. ഹസ്ബൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഡോർ ലൈനിൽ ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സ് കിട്ടി. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം പോയിരുന്നു. അനന്തരവളുടെ കല്യാണമായിരുന്നു. അത് നമ്മുടെ ഹോം ടൗണ്, നമ്മുടെ റൂട്ട്സ് അവിടെയാണ്. നമ്മൾ എവിടെ ചെന്ന് വളർന്നാലും പിടിച്ചാലും എന്ത് ഭാഷ സംസാരിച്ചാലും കേരളം തന്നെ ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സരോജത്തിന്റെ സമ്പർക്കം മലയാളികൾക്കിടയിൽ ഒതുങ്ങുന്നില്ല. ചൈനീസും ഇംഗ്ലീഷും ഹിന്ദിയും ബംഗാളിയും തമിഴും അറിയാവുന്നതുകൊണ്ട് അവർ എല്ലാ ഭാഷക്കാരുടെയും ചങ്ങാതിയാണ്. റിസർവ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായ മിസ്റ്റർ ശ്രീധരന്റെ വധുവായി 1970-ൽ കൊൽക്കത്തയിലെത്തിയ സരോജം കേരളീയ മഹിളാ സമാജത്തിലും കേരള കൾച്ചറൽ ഫോറത്തിലും കൊൽക്കത്തയിലെ നായർ സർവീസ് സൊസൈറ്റിയിലും മലയാളി സമാജത്തിലും മാത്രമല്ല സൗത്ത് ഇന്ത്യ ക്ലബിലും മൈസൂർ അസോസിയേഷനിലും സജീവ സാന്നിധ്യമാണ്. ഫാബ്രിക് പെയിന്റിംഗ് മുതൽ മാരേജ് ബ്യൂറോ വരെ വിസ്തൃതവുമാണ് സൗജന്യവും നിസ്വാർത്ഥവുമായ അവരുടെ സേവന മേഖല. ഓമലാലെ കണ്ടു ഞാൻ പൂങ്കിനാവിൻ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നമുക്ക് ഫെവിക്രിൽ പറഞ്ഞിട്ട്
പെയിൻറ്റ് കിട്ടും. അത് മറ്റേ ക്യാമലല്ല, അത് ഈ തുണിയിൽ നമ്മൾ ട്രേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിൽ നമ്മൾ വരച്ചിട്ട് അത് നമ്മൾ പെയിൻറ്റ് ചെയ്യാണ്. അത് പക്ഷേ ലാസ്റ്റ് ഇങ്ങനെ കഴിയാലൊന്നും പോവില്ല. അത് ഞാൻ കുറേ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അത് ഹോബി, അത്രയേ ഉള്ളൂ. പാസ്റ്റ് ടൈമിൽ നമ്മൾ അത്രയേ ഉള്ളൂ. എത്ര നേരം നമ്മൾ ടി വി കാണും, എത്ര നേരം പേപ്പർ വായിക്കും, മാഗസീൻസ് വായിക്കും. അപ്പോൾ ഇത് അവനവൻ്റെ വീട്ടിലേക്ക് വേണ്ട ചിത്രകലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ യു ഷുഡ് ബി പ്രൗഡ് ഓഫ് ഇറ്റ്, അല്ലേ? സരോജ ചേച്ചിയാണ് ഞങ്ങളുടെ ലേഡീസ് വിങ്ങിൻ്റെ പില്ലർ. ആക്ച്വലി നമ്മൾ ചേച്ചിയുടെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നു. ആൻഡ് ഷീ ഈസ് വെരി ആക്റ്റീവ്, ഭയങ്കര സ്മാർട്ടാണ്. ഈ ഏജിലും നമ്മളെക്കാളും എനർജിയും ചേച്ചിക്കുണ്ട്. ഒരു 10, 35, 40 കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാം ചാരിറ്റിക്ക് തന്നെയായിരുന്നു. ഞാൻ ഒരു പൈസ വാങ്ങാറില്ല. പക്ഷെ അവിടെ ഞാൻ പറയും, മക്കളെടുത്ത് പറയും, ഏത് കുട്ടിക്ക് ഏത് ചെറുക്കനെ ഞാൻ നോക്കിയാലും അതെൻ്റെ മക്കളായിട്ടാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ നല്ലതല്ലേ നമ്മൾ നോക്കുള്ളൂ. പക്ഷേ ബീൻ എ ലേഡി, ഞാനൊരു സ്ത്രീയായ കാരണം എനിക്ക് അവരുടെ ഓഫീസിൽ ചെന്ന് അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ അവർക്ക് വിട്ടുകൊടുക്കും. കാരണം നാളെ മേലെ അവർക്ക് എന്നെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചേച്ചി ചെയ്തതെന്നെ ഒന്നും പറയാൻ പാടില്ല. അത് അവരുടെ വിട്ടുകൊടുത്ത് അവരെ അന്വേഷിക്കാൻ പിടിക്കുക വെച്ചാൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജാതകങ്ങൾ ചേർന്ന് 2 പാർട്ടിയും കൂടെ ഞാൻ മീറ്റ് ചെയ്യിപ്പിക്കും. ബാക്കി അവരുടെ കാര്യം. അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, പല പൊതുപ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയണ്ട്, ഈ മാരേജ് ബ്യൂറോ, അല്ലെങ്കിൽ അത് പൈസയ്ക്ക് വേണ്ടിയല്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ടാണ് അവർ ഇവരെ മറ്റേ ഈ പെണ്ണുകളിലൊക്കെ ഇല്ലേ ഇവ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും പിന്നെ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുക്കറി ഷോ, അത് ഇത് ഇനി പറയാനൊന്നും എന്ത് പറഞ്ഞോളൂ, സരോജ ചേച്ചി റെഡിയാണ്. ഞങ്ങൾ വയസ്സായല്ലോ, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഇതൊന്നും ഇല്ല, ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. ദിസ് ഈസ് ഓൺലി ആക്ടിവിറ്റീസ്. പിന്നെ എങ്ങനെയും ടൈം പാസ് ചെയ്യണ്ടേ, അപ്പോൾ അതിനു വേണ്ടി. അപ്പോൾ അയാളുടെ ഇതിനൊന്നും ഞാൻ മുടക്കം പറയാറില്ല. ചില സമയത്ത് ലേറ്റായിട്ട് വരുമ്പോൾ മാത്രമേ മുടക്കം പറയാറുള്ളൂ. ബ്ലെസ്സിയുടെ കൽക്കട്ട ന്യൂസിൽ നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. നല്ലപോലെ ഒന്ന് ഷൈൻ ചെയ്യാനും പറ്റി. അതേമാതിരി കൈരളിയിൽ കയറിയത് ആ സമയത്ത് ഇപ്പോൾ 2 വർഷം ആവുന്നേയുള്ളൂ. അപ്പോൾ പല നാടകങ്ങളിലും നല്ലൊരു മുഖം കാണിക്കാനും ഒരു ഓപ്പണിംഗ് ആയിരുന്നു അത് നാടകങ്ങളിൽ. ഇതുവരെ നാടകങ്ങളിൽ അഭിനയിച്ചില്ല. പക്ഷേ കൈരളിയിൽ എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു. ഞങ്ങൾ എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ലേഡീസ് വിങ് എല്ലാവരും ആ 2 നാടകത്തിലും ഉണ്ടായിരുന്നു. With men also she takes a part in the whole organization. പിന്നെ ഇപ്പോൾ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയായിട്ട് കുറേ പ്രോഗ്രാംസിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്നുണ്ട്. എൽഡേഴ്സിൻ്റെ ഒരു ഫ്രണ്ട് മാത്രമല്ല, ഷീ ഈസ് എ ഫ്രണ്ട് ഓഫ് എവറി ജനറേഷൻ. തന്നെ യങ്സ്റ്റേഴ്സ് ആയാലും ശരി, വയസ്സായ ആൾക്കാരുടെ ആയാലും ശരി, മിഡിൽ ഏജ്ഡ് ആയാലും ശരി, ഷീ ഈസ് എവ്രി വൺസ് ഫ്രണ്ട്. അപ്പം ആ ഒരു ക്വാളിറ്റി അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും. മാത്രമല്ല അതാണ് ഞങ്ങളെ എൻകറേജ് ചെയ്യുന്നത്. പുതിയ കാലത്തെ സ്ത്രീകൾ താലി കെട്ടണോ പൊട്ടിക്കണോ, ശബരിമലയിൽ പോകണോ പോകാതിരിക്കണോ പോലുള്ള പൊള്ളിക്കുന്ന വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ ഈ പ്രായത്തിലും അവർ മടി കാണിക്കുന്നില്ല. ഓരോ കാര്യത്തിലും തനിക്കുള്ള വ്യക്തവും കൃത്യവുമായ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോഴും യുവതലമുറയുടെ നിലപാടുകൾ തുറന്നു പറയാൻ സരോജം സഹോദരികളെ പ്രേരിപ്പിക്കുന്നു. നാടകവും പാട്ടും കളികളും ചർച്ചയും തർക്കവും കൊണ്ട് പരിസരം ചലനാത്മകവും ഊർജ്ജസ്വലവുമാക്കാൻ അവർക്ക് പ്രചോദനമാകുന്നു. ശരിക്കും പറയുന്ന നമ്മൾ നോമഡ്സിനെ മാതിരിയാണ്. ഓരോരോ അവിടെ ടെൻ്റ് അടിച്ച് പാർക്കുന്ന മാതിരിയാണ് നമ്മൾ. പക്ഷേ എവിടെയെങ്കിലും ഓരവിടെ സെറ്റിൽ ചെയ്യണ്ടേ. ഇപ്പം ഞങ്ങൾക്ക് പറയുന്ന നാട്ടിൽ അങ്ങനെ ചേച്ചി അനിയത്തിമാർ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ള അധികം റിലേറ്റീവ്സും ഇപ്പോൾ അവിടെ സ്കാറ്റേഡ് ആയിട്ടുണ്ട്. കൽക്കട്ടയിൽ നിന്ന് തന്നെ മെജോറിറ്റി ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ മക്കളൊക്കെ പുറമേ അല്ലേ. മോൻ ഹൈദരാബാദ് സെറ്റിൽഡാണ്, മോള് ബോംബെയാണ്.
അപ്പോൾ അവർക്ക് വരാനും പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും നോക്കുമ്പോൾ കൽക്കട്ട തന്നെയാണ് നല്ലതാണെന്ന് തോന്നുന്നത്. അത് കാരണമാണ്. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ പോയി വരാറുണ്ട്. പക്ഷെ വാസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. കാരണം നാട്ടിൽ ഞങ്ങൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ചേട്ടനും ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ പോയി ഞങ്ങളൊരു സ്ട്രേഞ്ചേഴ്സാണ് ശരിക്കും നാട്ടിൽ. പക്ഷെ നാട്ടിൽ പോയി നമുക്ക് എന്താ ആക്ടിവിറ്റീസ്, എങ്ങനെയാണ് നമ്മൾ ടൈം പാസ് ചെയ്യുക? സിറ്റി ആകുമ്പോൾ അതല്ല, ഈച്ച് ആൻഡ് എവറി മന്ത് നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്, പല ആൾക്കാരായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ആൾക്കാരാണ്, സ്ത്രീ പുരുഷൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ ഗോസിപ്പ്, ജലസി ഇതൊന്നും നമുക്കില്ല, എല്ലാവരും നമ്മുടെയാണ്.